الحمد لله. ليلة الجمعة في مسجد الفتوح. വെള്ളിയാഴ്ച രാവിൻ്റെ പുണ്യമേറിയ സമയമാണ്. മസ്ജിദിലാണ് ഇഅ്തികാഫിൻ്റെ ഇരുത്തം. മഹബ്ബത്തിനെ കുറിച്ച് കേട്ട് മനസ്സ് നിറഞ്ഞ ഒരു സമയം. അല്ലാഹു നമ്മുടെ ഈ സംഗമം ഖബൂൽ ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. എന്താണ് തങ്ങളെ കൊണ്ട് പറയേണ്ടത്? എവിടെയാണ് തങ്ങളുടെ ഡെസിഗ്നേഷൻ, പ്രോട്ടോകോൾ, എന്ത് വചനമാണ് ഉപയോഗിക്കേണ്ടത്? ഹിസ് ഹൈനസ് or His Excellency, His Eminence. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ചോദിക്കുകയാണ്, എന്താണ് നബിയെ താങ്കൾക്ക് പ്രോട്ടോകോൾ വചനമായിട്ട് പ്രയോഗിക്കേണ്ടത്? സമീഅതു ശൈഖ് അൽ ഇമാം അബുൽ ഖാസിം സുലൈമാൻ അൽ അൻസാരി قال لما وصل محمد صلوات الله وسلامه عليه إلى الدرجات العالية والمراتب الرفيعة في المعارج أوحى الله إليه يا محمد بما أشرفك. റസൂലുള്ളാഹി തങ്ങളുടെ ദറജകൾ ഇങ്ങനെ ദൈനംദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ ഔന്നിത്യത്തിൻ്റെ വലിയൊരു പടവിലെത്തിയ സമയത്ത് അല്ലാഹു തആല ചോദിക്കുന്നു, എന്താണ് ബിമ ഉശർറിഫുക്ക്, എന്ത് സ്ഥാനപ്പേരാണ് തങ്ങൾക്ക് വിളിക്കേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മറുപടി, യാ റബ്ബ് ബി അൻ തൻസബനി ഇലാ നഫ്സിക ബിൽ ഉബൂദിയ്യ. എന്നെ അബ്ദ് എന്ന് വിളിക്കണം, അടിമ എന്ന് വിളിക്കണം. നിന്റെ അടിമ എന്ന് പറയാനുള്ള ഒരു അവകാശമുണ്ടായാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതാണ് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്ത് ഇസ്രാഇന്റെ തുടക്കത്തിൽ വിളിക്കുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അടിമയെയും കൊണ്ടുപോയി. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി എന്ന് പറയുന്ന അബ്ദ് എന്ന് പറയുന്നത് നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. എന്താണ് അബ്ദ് എന്ന് പറഞ്ഞാൽ? യജമാനനാണ് വലിയവൻ എന്നുള്ള സമ്മതമാണ്. ഉബൂദിയത്തിന് സമ്മതിക്കലാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അബ്ദാകാൻ വേണ്ടിയാണല്ലോ മനുഷ്യനെയും ജിന്നുകളെയും പടച്ചിട്ടുള്ളത്. മൽ ഇബാദത്തുല്ലതി ഖുലിഖൽ ജിന്നു വൽ ഇൻസു ലഹാ ഖുൽനാ അത്തഅദീമ ലിഅംരില്ലാഹി വശഫഖതു അലാ ഖൽഖില്ലാഹ്. ഉബൂദിയത്തിൻ്റെ അടയാളം, അതിൻ്റെ ഫലം അള്ളാഹുവിനെ ആരാധിക്കലാണ്, അള്ളാഹുവിനെ ബഹുമാനിക്കലാണ്, അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കലാണ് തഅദീം. അതുപോലെ വശഫഖതു ബിഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് വാത്സല്യവും കാരുണ്യവും ഉണ്ടാകലാണ്. മനുഷ്യനെ സേവിക്കലാണ് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ വലിയ ഒരു അടയാളം. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ചെറിയവനാണ് എന്ന് മനസ്സിൽ വരുന്നു. അല്ലാഹു ഖാലിഖാണെന്ന് പറയുമ്പോൾ താൻ മഖ്ലൂഖാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നു. ഞാൻ അടിമയാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു ഉടമയാണ് എന്ന ചിന്തയുണ്ടാകുന്നു. ആ സമയത്ത് ഉടയതമ്പുരാൻ പടച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടികളോടും എനിക്ക് സ്നേഹമുണ്ടാകണം, കാരുണ്യമുണ്ടാകണം എന്ന ആശയം കൂടെ മനുഷ്യനിൽ കടന്നു വരേണ്ടതുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് അവൻ്റെ സൃഷ്ടികളുടെ രഹസ്യങ്ങൾ, സൃഷ്ടിപ്പിലെ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. തഫക്കറൂ ഫീ ഖൽഖില്ലാഹ്. അപ്പോൾ അള്ളാഹുവിനെ വലുതാക്കുകയും
അടിമകളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്ന ചിന്ത മാറുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങളായി മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ. ഇന്നോതേണ്ട ആയത്താണ്. ജുമുഅയും മുനാഫിഖൂനെയും നമ്മൾ കേട്ടു. ഇനി ഇവിടെ തന്നെ നിന്നാൽ സുബ്ഹിക്ക് സജ്ദയും ഹൽ അതാ അലൽ ഇൻസാനും കേൾക്കാം. പിന്നെ അൽ കഹ്ഫ് സൂറത്താണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അതിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിനെ കുറിച്ചുള്ള വലിയ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. ജനങ്ങൾ വഴിപിഴച്ചു പോകുന്നതിനെക്കുറിച്ച്, വിശ്വാസപരമായി തെറ്റിപ്പോകുന്നതിനെക്കുറിച്ച്, ആരും അങ്ങനെയായി പോകരുത് എന്നുള്ള നബി തങ്ങളുടെ വലിയ ഉത്കടമായ ആഗ്രഹവും വലിയ വലിയ ബേജാറും അല്ലാഹു തആല പറയുന്നുണ്ട്. എല്ലാം തങ്ങൾ വിചാരിച്ചതുപോലെ നടക്കില്ല, എല്ലാവരെയും ഹിദായത്താക്കാൻ കഴിയില്ല, അത് ഏൽപ്പിച്ചിട്ടും ഇല്ല, ബേജാറാകേണ്ട കാര്യം ഇല്ല. മുശ്രിക്കീങ്ങളുടെ ഈമാനില്ലാതെ പോകുന്നതിൻ്റെ കാര്യത്തിൽ, ഈമാനിനെ തൊട്ടവർ ദൂരത്തായി പോകുന്ന വിഷയത്തിൽ നബിതങ്ങൾ വേവലാതിപ്പെടുമ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്. അതിനെക്കുറിച്ച് ബേജാറാകണ്ട നബിയേ എന്ന് പറയുന്നുണ്ട്. വലാ തഹ്സൻ അലൈഹിം വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ. അത് ഹിദായത്ത് അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷെ അവിടെ നബിതങ്ങളുടെ ഷഫഖത്തിനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. നബിതങ്ങൾക്ക് എല്ലാവരും നന്നായി കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. ആഗ്രഹം നമുക്കും ഉണ്ടാകണം. റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു തആല പറഞ്ഞല്ലോ, വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. ചിറക് താഴ്ത്തി കൊടുക്കുക, തോളിൽ കയറട്ടെ, തോളിൽ കയറാൻ അവസരം കൊടുക്കുക, അവർക്ക് ചിറക് താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഓടി വരാം എന്നുള്ള ഒരവസ്ഥ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈമാനിനെ കുറിച്ച് മാത്രമല്ല, തൻ്റെ അത്ബാഇൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച്, എല്ലാറ്റിനെക്കുറിച്ചും നബിതങ്ങൾ ചിന്തിക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ അവരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നത് നമ്മുടെ ദീനിൻ്റെ പ്രവർത്തനമാണ്. അവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനം, അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആരോഗ്യ പ്രശ്നങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത് അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ. നബിയാണ് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആൾ. എന്തിനും അവർക്ക് കടന്നു ചെല്ലാനുള്ള ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങൾ ആദ്യകാലത്ത് കടം ഉള്ള ആളുകൾ അവരുടെ മയ്യത്ത് വന്നാൽ നബിതങ്ങളെ നിസ്കരിക്കൂല, കടക്കാരൻ്റെ മേലെ നിസ്കരിക്കൂല, വേറെ ആരോടെങ്കിലും നിസ്കരിച്ചോളാൻ വേണ്ടി പറയും. എന്നാൽ ഖൈബർ ഫത്ഹായതിന് ശേഷം സമ്പത്ത് ധാരാളമായി വന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ ഏറ്റെടുത്തോളും. അന ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം ഫമൻ തൂഫിയ വഅലൈഹി ദൈനുൻ ഫഅലയ്യ ഖളാഉഹു. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങൾക്കെല്ലാം കൊണ്ടും ഞാൻ തന്നെയാണുള്ളത്. അതുകൊണ്ട് ആര് മരിച്ചാലും അവരുടെ കടങ്ങൾ ഞാൻ ഏറ്റെടുക്കും. വമൻ തറക മാലൻ ഫലിവറസതിഹി. അവർക്കെന്തെങ്കിലും ബഖിയത്തുണ്ടെങ്കിൽ
അത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്കുള്ളതാണ്. കടം ഞാൻ ഏറ്റെടുത്തോളാം, പ്രസ്ഥാനം ഏറ്റെടുക്കും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഫഅയ്യുക്കും തറക ദൈനൻ ഔ ളയാഅൻ ഫഅന മൗലാഹ്. ബാധ്യതകളുമായി ആരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ ആ ബാധ്യത ഞാൻ ഏറ്റെടുക്കും എന്നാണ് തങ്ങൾ പറയുന്നത്. എല്ലാറ്റിനെ കുറിച്ചും നബി തങ്ങൾ ചിന്തിക്കും. മുൻദിർ ഉമ്മുൽ മുൻദിർ ബിൻതു ഖൈസ് അൽ അൻസാരിയ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. കൂടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന് ചെറിയ അസുഖം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം അലി റളിയല്ലാഹു അൻഹുക്ക് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ഇത് താങ്കൾക്ക് തിന്നാൻ പറ്റുകയില്ല, ദഹിക്കാൻ പ്രയാസമാണ്. രോഗിയായ ആൾ ബിരിയാണി കഴിക്കണ്ട, ഇറച്ചിയും ചോറും വേണ്ട എന്ന് പറഞ്ഞിട്ട് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഫസനഅത് ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽഖൻ വശഈറൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറഞ്ഞു, യാ അലി മിൻ ഹാദാ, ദാ ഇത് കുടിച്ചോളൂ. ഇപ്പം രോഗമാകുമ്പോൾ എന്ത് കുടിക്കണം എന്നത് തങ്ങളുടെ ഒരു കൺസേണിൽപ്പെട്ടതാണ്, തൻ്റെ ശിഷ്യൻ എങ്ങനെ പോകുന്നു എന്നത്. അതുകൊണ്ടാണ് എന്ത് വിഷയവും വന്ന് പറയുന്നത്. ഹദീസിൽ കാണാം, ശകാ നാസുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മശ്യ ഫദആ ബിഹിം. നടക്കാൻ കഴിയുന്നില്ല, ഏതോ ചില സഞ്ചാരത്തിൻ്റെ ഇടക്ക് ദീർഘദൂരം യാത്രയിൽ, ഫതഹിലാണെന്ന് അഭിപ്രായമുണ്ട്, നടത്തം ക്ഷീണമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിൻ നസ്ലാൻ. കാൽ അടികൾ നീട്ടിവെച്ചുകൊണ്ട് നടക്കുന്നതൊന്ന് ഒഴിവാക്കിയിട്ട് അടുപ്പിച്ചു വെച്ച് മെല്ലെ നടന്നോളൂ, അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. മറ്റൊരിക്കൽ വന്നുകൊണ്ട് ക്ഷീണമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ജോഗിങ് ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം മാറും. റസൂലുള്ളാഹി തങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം 6 കിലോമീറ്റർ നടക്കും ശനിയാഴ്ചകളിൽ. തിങ്കളാഴ്ചകളിൽ 7 കിലോമീറ്റർ നടക്കും. മറ്റുള്ള ദിവസങ്ങളിലും പല തരത്തിലായുള്ള നടത്തങ്ങളുണ്ടാകും. ഇത് സ്ഥിരമായിരുന്നു, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും. അത് സ്വഹാബത്തിനെയും പഠിപ്പിക്കുകയായിരുന്നു. ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ശരീരത്തിന് ഹറക്കത്ത് ആവശ്യമാണ്. രോഗികളടുത്ത് പോയി വരുമ്പോൾ നബി തങ്ങൾ ചെരുപ്പ് ചവിട്ടാതെയാണ് വരിക. കാരണം മണ്ണിൽ ചവിട്ടിയാലേ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്ത് പോവുകയുള്ളൂ. രോഗിയുടെ അടുത്തൊക്കെ വരുമ്പോൾ വല്ല അണുക്കളും ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനും മണ്ണിൽ ചവിട്ടുന്നത് കാരണമായി തീരും. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മത്തിൻ്റെ ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങളിലും ഇടപെടുന്നത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ ഞാൻ കേൾക്കേണ്ട ആളാണ് എന്ന അർത്ഥത്തിലായിരുന്നു. സയ്യിദുൽ ഖൗമി ഖാദിമുഹും തങ്ങൾ പഠിപ്പിച്ച വലിയൊരു മോട്ടിവേഷൻ വചനമാണ് സയ്യിദുൽ ഖൗമി ഖാദിമുഹും. ലീഡർ ഷുഡ് ബി ദ സെർവൻറ്റ്. ലീഡർ സെർവൻ്റ് ആയിരിക്കണം. സയ്യിദുൽ ഖൗമി ഫി സഫരി ഖാദിമുഹും ഫമൻ സബഖഹും ബിഖിദ്മത്തിൻ ലം യസ്ബിഖൂഹു ബിഅമലിൻ ഇല്ല ഷഹാദ. ഒരിക്കൽ സംഘമായി യാത്ര പോയപ്പോൾ ഒരു ട്രക്കിങ്ങിന് പോയ സമയത്ത് ആടിനെ പിടിച്ചറക്കണം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ അറുത്തോളാം. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ തോല് പൊളിക്കാം. വേറൊരാൾ പറഞ്ഞു, ഞാൻ വിറക് കൊണ്ടുവരാം. അങ്ങനെ ആരാണ് വിറക് കൊണ്ടുവരാം എന്ന് പറഞ്ഞത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിറക് ഞാൻ കൊണ്ടുവരാം, തങ്ങളവിടെ ഇരുന്നോളൂ എന്ന ശൈലിയല്ല, തങ്ങൾ അതിന് വിടൂല്ല. അപ്പോൾ ഒരാൾ അറുക്കാം, മറ്റേയാൾ തോല് പൊളിക്കാം, വേറൊരാൾ പാത്രം കൊണ്ടുവരാം, വേറൊരാൾ വെള്ളം കൊണ്ടുവരാം, ഞാൻ വിറകും കൊണ്ടുവരാം. കമ്പനിയായിട്ടാണ് സ്വഹാബത്തിൻ്റെ കൂടെ നബി തങ്ങൾ ജീവിച്ചത്. അതുകൊണ്ടാണ് സ്വഹാബി എന്ന പേര് തന്നെ. സ്വഹാബി എന്ന് പറഞ്ഞാൽ കമ്പാനിയൻ, കമ്പനി കൊടുത്തിട്ടാണ് തങ്ങളുടെ ഒരു ജീവിതം ഉണ്ടായിരുന്നത്. അതാണ് പിൽക്കാലത്തുള്ള ആളുകളും അത് തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. യഹ്യ ഇബ്നു അക്സം പറയുന്നു, ബിത്തു ലൈലതൻ ഇൻദൽ മഅ്മൂൻ അമീറുൽ മുഅ്മിനീൻ, ബാഗ്ദാദിലെ അബ്ബാസിഡ് കാലിഫേറ്റിലെ അമീറുൽ മുഅ്മിനീനായ മഅ്മൂന്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ താമസിച്ചു. രാത്രിയിൽ എനിക്ക് ഉറക്കം തെളിഞ്ഞു. ഞാൻ എന്തോ ശബ്ദമുണ്ടാക്കുന്നതോ മറ്റോ മഅ്മൂന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് ദാഹമുണ്ട്. ആ സമയത്ത് മഅ്മൂൻ ചോദിച്ചു, യാ യഹ്യ മാ ബിക്, എന്താ വേണ്ടത്, ക്ഷീണമുണ്ടോ? ഞാൻ പറഞ്ഞു, അതുഷാൻ യാ അമീറൽ മുഅ്മിനീൻ, ദാഹമുണ്ട് അമീറെ എന്ന് പറഞ്ഞു. അദ്ദേഹം കിടപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഒരു കപ്പ് വെള്ളവുമായി ഓടി വന്നു. ഞാൻ ചോദിച്ചു, അമീർ, അല ദഅൗത ബിഖാദിം അല ദഅൗത ബിഗുലാം, സെർവന്റിനെ വിളിച്ചുകൂടായിരുന്നോ, ഖാദിമിനെ വിളിച്ചുകൂടായിരുന്നോ, എന്തിനാണ് താങ്കൾ വെള്ളം കൊണ്ടുവന്നത്? ആ സമയത്ത് അമീൻ പറയുന്നത്, ലാ ഹദ്ദസനി അബി അൻ അബീഹി അൻ ജദ്ദിഹി, എൻ്റെ വാപ്പ അവരുടെ വാപ്പയിൽ നിന്ന്, അവരുടെ പിതാവിൽ നിന്ന്, അൻ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ലീഡർ ഷുഡ് ബി ദ സെർവൻറ്റ്, ലീഡർ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നവരാകണം എന്ന്. അതാണ് തങ്ങൾ ഖന്തക്കിൽ കാണിച്ചു കൊടുത്തത്. ഖന്തക്ക് എത്ര ദിവസം കൊണ്ടാണ്? 6 കിലോമീറ്റർ നീളവും 6 മീറ്ററോളം വീതിയും ഉള്ള ഖന്തക്ക്, അതേ ആഴവും ഉള്ളൊരു ഖന്തക്ക് കുഴിക്കുന്നത്. അപ്പോ മണ്ണുകോരി കരയിൽ കൊണ്ടുവന്നിട്ട് പുതിയൊരു അധ്യായം രചിക്കുമ്പോൾ സംഘമാക്കി 10 പേര് സ്ക്വാഡാക്കി വിധങ്ങൾ മാറ്റിക്കൊടുത്തു. അടിച്ചിട്ടും ഇടിച്ചിട്ടും പൊട്ടാത്ത പാറ കണ്ടപ്പോൾ അവർ തങ്ങളോട് വന്ന് പറയുകയാണ്, പൊട്ടുന്നില്ല. തങ്ങളും ഒരു ഭാഗത്ത് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളങ്ങോട്ട് ചെന്ന് കോടാലി വാങ്ങിയിട്ട് ശക്തമായി ഒരൊറ്റ വെട്ട്, പാറ പൊട്ടുന്നു. വല്ലാഹി ഇന്നി ലഉബ്സിറു ഖുസൂറഹൽ ഹുംറസ് അസ്സാഅ, ആ ചുവന്ന കോട്ടകൾ, അവിടുത്തെ കൊത്തളങ്ങൾ, ചുവന്ന പാലസുകൾ ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്. സുമ്മ ളറബ സാനിയ, വീണ്ടും ഒരടി കൂടെ അടിച്ചപ്പോൾ പാറയുടെ 3-ലെ ഒരു ഭാഗം കൂടെ പൊട്ടി. അല്ലാഹു അക്ബർ, ഉഅതീതു മഫാത്തിഹ ഫാരിസ്, പേർഷ്യയുടെ ചാവിയും എൻ്റെ കയ്യിൽ വന്നു എന്ന് നബി തങ്ങൾ പറയുന്നു. വല്ലാഹി ഇന്നി ലഅബ്സിറു ഖസ്റ മദാഇനി അബിയൽ, അവരുടെ വൈറ്റ് പാലസുകളാണ് ഞാൻ കാണുന്നത് ഇവിടെ വെച്ചുകൊണ്ട്. ثم ضرب الثالثة فقال بسم الله എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുന്നു. فقطع بقية الحجر, ബാക്കി കല്ലുകൂടെ പൊട്ടുന്നു. തങ്ങൾ പറയുന്നു, അല്ലാഹു അക്ബർ, ഉഅതീതു മഫാത്തിഹ യമൻ, സദേൺ പെനിൻസുലയും എൻ്റെ കീഴിൽ വരുന്നു. വല്ലാഹി ഇന്നി ലഉബ്സിറു അബ്വാബ സൻആ മിൻ മകാനി ഹാദ സാഅ, സൻആ ഗേറ്റ് ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്. ഇന്ത്യയെ പറഞ്ഞിട്ടില്ല. അതാണ് ഫാരിസും റോമും യമനും എല്ലാം മുസ്ലിമായി. ഇന്ത്യയിൽ പലരും വന്നു, ഇന്ത്യ ഇപ്പോഴും മുസ്ലിമായിട്ടില്ല. അപ്പം അതെല്ലാം ഫതഹായി.
ഇതെല്ലാം ഒരു തരം പ്രഖ്യാപനവും സ്വഹാബത്തിനുള്ള ഒരു എൻകറേജ്മെൻറ്റും ഒരു ബോസ്റ്റിങ്ങും ആയിരുന്നു. ഇപ്പോൾ കൂടെ ചെന്ന് തങ്ങളടിച്ചും പൊട്ടിച്ചും കൊടുക്കുന്ന ആ ഒരു രീതിയായിരുന്നു അത്. അതാണ് നാം നമ്മുടെ പ്രവർത്തകരോട് കൂടെ ഇറങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. അവരുടെ കൂട്ടത്തിൽ എന്നെ അന്വേഷിച്ചാൽ എവിടെയാണ് കിട്ടുക? ഇബ്ഗൂനി ഫീ ദുഅഫാഇക്കും, എന്നെ ദുർബല സമൂഹത്തിൻ്റെ കൂടെ അന്വേഷിച്ചാൽ മതി, ഞാൻ അവിടെ ഉണ്ടാകും എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളൊക്കെ കാണാൻ വരുമ്പോൾ പള്ളിയുടെ ഒരു മൂലയിൽ സഖാക്കളോടൊത്ത് റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്നുണ്ടാകും. ആരാണ് എന്ന് അപരിചിതരായ ആളുകൾ വന്നാൽ ചിലപ്പോൾ ആരാണ് എന്ന് ചോദിക്കും, തിരിച്ചറിയില്ല. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്. തങ്ങളിരിപ്പുണ്ട്, സിദ്ദീഖ് എന്നൊരു പ്രസംഗിക്കുകയാണ്. പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ വേഗം പോയിട്ട് അവർക്കാണ് കൈ കൊടുക്കുന്നത്. ആരാണ് എന്ന് ഐഡന്റിഫിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ റസൂലുള്ളാഹി തങ്ങൾ സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കുമായിരുന്നു. ഈ ഒരു ശീലമാണ് നമുക്കുണ്ടാകേണ്ടത്. നാം സമൂഹത്തിൻ്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണം. എന്താണ് ആവശ്യം സമൂഹത്തിന്, വാട്ട് ഈസ് ദ നെസസിറ്റി എന്ന് നോക്കിയിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുക, ഇന്നോവേറ്റർ ആവാൻ വേണ്ടി സാധിക്കുക. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. മൂപ്പർ ഇടയ്ക്കിടയ്ക്ക് ഷാമിൽ പോകും. ഒരിക്കൽ ഷാമിൽ ചെന്നപ്പോൾ അവിടെ നല്ല ഖനാദീലുകൾ, വിളക്ക് കണ്ടു. നമ്മളൊരു ടൂറ് പോയാൽ അവിടെ നിന്ന് മാർക്കറ്റിലൊന്ന് പോകും അല്ലേ? ഏതൊരു യാത്ര പോയാലും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണുന്ന ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കൊണ്ടുവരും. എങ്ങനെയാന്ന് പഞ്ചാബ് പോയപ്പോൾ ഒരു തൊപ്പിക്ക് വില ചോദിച്ചു. വില ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എനിക്ക് ചെറിയൊരു കച്ചവടം തുടങ്ങണമെന്നുണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിന് 4 വിലയാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഒരു 10 വാങ്ങി. വളരെ ചെറിയ സമയമായിരുന്നു. കച്ചവടക്കാരാണ് ആ കൊട്ട ഒന്നിച്ച് വാങ്ങും. ഇവിടെ കൊണ്ടുവന്നാൽ നല്ലൊരു പൈസ ഉണ്ടാക്കാം. യാത്രക്കാരന് എപ്പോഴും പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. യാത്രാ ചെലവുകൾ അതിൽ നിന്നെടുക്കും. മാത്രമല്ല, ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മളിവിടെ ഒരു പർച്ചേസ് ചെയ്യണം. ഇപ്പം നോളജ് സിറ്റിയിൽ നിങ്ങൾ വന്നു, ഇവിടുത്തെ സൂക്കിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം. അത് സുന്നത്താണ്. നമ്മൾ ഏതൊരു നാട്ടിൽ പോയാലും അവിടെ ഒരു പർച്ചേസ് നടത്തണം. അത് ആ നാട്ടുകാർക്കുള്ള ഒരു ഇക്കണോമിക് ബൂസ്റ്റിംഗ് ആണ്. പിന്നെ വീട്ടിൽ പോകുമ്പോൾ വീട്ടുകാർക്കൊരു ഹദിയയും ആണ്. മക്കത്തൊക്കെ പോയാൽ, മക്കത്തൊന്നും കച്ചവടം ചെയ്താൽ ബാർഗനിങ് തന്നെ പാടില്ലെന്നാണ്. വല ജിദാല ഫിൽ ഹജ്ജ്. മക്കയിൽ കച്ചവടം ചെയ്യുമ്പോൾ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങണം. അല്ലാത്തിടത്തൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. അപ്പോൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഷാമിൽ ചെന്നപ്പോൾ അവിടെ ഖനാദീലുകൾ കണ്ടു, വിളക്കുകൾ, നല്ല വിളക്ക്. മൂപ്പര് ഓർത്തു, മദീനയിലെ പള്ളിയിൽ വിളക്കില്ല, നിസ്കാരത്തിനൊക്കെ ഇരുട്ടത്താണ് വരുന്നത്, വേറൊരു സംവിധാനവും ഇല്ല. നല്ല കുറച്ച് വിളക്കുകൾ വാങ്ങി കൊണ്ടുവന്നു, മദീനയിലെ പള്ളിയിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു, കത്തിച്ചു വെച്ചു. തങ്ങൾ സുബഹി നിസ്കാരത്തിന് വേണ്ടി വന്നപ്പോൾ തിളങ്ങുന്നുണ്ട് എല്ലായിടത്തും. ആരാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അന യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് തമീമുദ്ദാരി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അൻ യുനീറല്ലാഹു ലഹു ദുനിയാഹു വ ആഖിറതഹു കമാ അനാറ ലഹുൽ മസ്ജിദ്. ഈ മസ്ജിദിനെ പ്രകാശിപ്പിച്ചതുപോലെ തമീമുദ്ദാരിക്ക് ദുനിയാവും ആഖിറവും പ്രകാശിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു. അപ്പം ജനങ്ങളുടെ ആവശ്യം എന്താണ്, ഈ നാട്ടിലെ വീക്ക് പോയിന്റ് ഏതാണ്, അല്ലെങ്കിൽ അവരുടെ ഗ്യാപ്പ് എന്താണ് എന്ന് കണ്ട് അത് ഫില്ല് ചെയ്യുക എന്നതാണ് ഒരു പ്രവർത്തകന്റെ ഏറ്റവും വലിയ ദൗത്യം. ഇപ്പോൾ സർക്കുലറിൽ വന്നിട്ടുള്ള ഒരു കാര്യം എല്ലാ നാട്ടിലേക്കൊന്നും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അപ്പം എൻ്റെ നാട്ടിൽ സമാനമായ എന്താണ് ആവശ്യം എന്ന് പഠിച്ച് ആ കാര്യം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അതുപോലെ നമ്മുടെ എക്സ്പെർട്ടൈസ്, വാട്ട് ഈസ് യുവർ എക്സ്പെർട്ടൈസ്? എഴുത്തുകാരനാണ്, റസ്സാം, കാലിഗ്രാഫറാണ്. വേറൊരാൾ ആപ്പ് ഉണ്ടാക്കുന്ന ആളാണ്. വേറെ ഒരാൾ മതിൽ കെട്ടാൻ പറ്റുന്ന ആളാണ്.
വാട്ട് ഈസ് യുവർ എക്സ്പെർട്ടൈസ്, അത് സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കണം. സോ ഒരു ടെക്കി ആണെങ്കിൽ അപ്പോൾ ജനങ്ങൾക്ക് ഖിബലയുടെ ദിശ അറിയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, അതിന് ഒരു ആപ്പ് ഉണ്ടാക്കുക. സോ ഒരു ടെക്കി ഉണ്ടെങ്കിൽ അയാൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഈ എക്സ്പെർട്ടൈസ് കൊണ്ട് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നാണ്. അതുപോലെ എൻ്റെ കയ്യിലുള്ള ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് എഡ്യൂക്കേഷനിസ്റ്റ് ഇൻ മക്ക, അർഖം ബിൻ അബു അർഖം. അർഖമിൻ്റെ വീട്, മൂപ്പര് പറഞ്ഞു എൻ്റെ ഡോറ് തുറക്കാം, കുട്ടികളൊക്കെ വരട്ടെ, ഇവിടെ ഇരുന്നോട്ടെ, ഇവിടെ ദർസാക്കാം. അങ്ങനെ ഫസ്റ്റ് എഡ്യൂക്കേഷന് വേണ്ടി അർഖമിൻ്റെ വീട് തുറന്നു കൊടുത്തു. ദാറുൽ അർഖം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിനെ ഒരു ട്യൂഷൻ സെൻ്ററാക്കി മാറ്റി. അത് ആദ്യത്തെ മദ്രസയായി മാറി. അങ്ങനെ അവിടെ മുസ്ലിം ഉമ്മത്ത് പഠിച്ചുയർന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മദീനയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, മദീനയിലെ തെക്ക് പടിഞ്ഞാറു ഭാഗത്തെ മൂലയിൽ അവിടെയുണ്ടൊരു ഹോട്ടൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കണ്ടിട്ടുണ്ടോ? കണ്ടവർ കൈപോക്ക്. എങ്ങനെയാണ് ഈ ഹോട്ടൽ ഉണ്ടായതെന്നറിയോ? മദീനയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെന്ന സമയത്ത് അവിടുത്തെ എന്താണ് പ്രശ്നം എന്ന് പഠിക്കുക. ജനങ്ങളുടെ പ്രശ്നം കുടിക്കുന്ന വെള്ളമാണ്. കുടിവെള്ളത്തിന് വലിയ വിലയാണ്, പണം കൊടുത്ത് വാങ്ങുകയാണ്. ഇതൊരു യഹൂദിയുടെ പറമ്പിൽ നിന്നാണ്. അയാൾ ഈ അവസരം നന്നായി ചൂഷണം ചെയ്യുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നല്ല കച്ചവടക്കാരനാണ്. മൂപ്പര് ചെന്ന് വില പറഞ്ഞു. യഹൂദി കൊടുക്കാൻ തയ്യാറായില്ല. വീണ്ടും ചെന്നു. അവസാനം പകുതി കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം താങ്കൾക്കും ഒരു ദിവസം എനിക്ക്, പകുതി വെച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് എൻ്റെ ദിവസമാണ്, ആവശ്യമുള്ളവരൊക്കെ വെള്ളം എടുത്തോളൂ. അപ്പോൾ ആളുകൾ 2 ദിവസത്തിനുള്ള വെള്ളം എടുക്കും. പിന്നെ യഹൂദിക്ക് കച്ചവടമില്ല. സോ പിന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്, വേണ്ട, ഞാൻ ബാക്കിയും കൂടെ വിൽക്കാം. വിറ്റു. തങ്ങളത് വാങ്ങി. റൂമ ഇന്നും ഉണ്ട്, നമുക്ക് പോയാൽ കാണാൻ പറ്റും. അതൊരു തോട്ടവും ഉണ്ട്. അതിൻ്റെ വരുമാനം കൊണ്ടാണ് ആ ഹോട്ടൽ ഉണ്ടാക്കിയത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു. ഇങ്ങനെ ഒരിക്കൽ മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ചരിത്രത്തിൽ നമുക്കൊരുപാട് കാണാൻ കഴിയും. ഇപ്പം പറയാൻ സമയമില്ല. ക്ഷാമകാലത്ത് തൻ്റെ വസ്തുക്കൾ ചിലവഴിച്ച സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് അറിയാവുന്ന കഴിവിനെ അത് സമൂഹത്തിന് എങ്ങനെ കൊടുക്കാം എന്നാണ്. ഇപ്പോൾ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു നേഴ്സ് ആയ സ്വഹാബിയത്തുണ്ടായിരുന്നു, റുഫൈദ റളിയല്ലാഹു അൻഹ. അവർക്ക് ഫസ്റ്റ് എയ്ഡ് അറിയാം, നഴ്സിംഗ് കെയർ അറിയാം, വൂണ്ട് സ്യൂയിങ്ങിനൊക്കെ അറിയാം, സ്വിച്ചറിടാൻ അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഏതൊരു ക്യാമ്പുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിൽ പോയിട്ടൊരു ടെൻ്റ് ഉണ്ടാക്കും. നഴ്സ് ഈസ് റെഡി ഹിയർ. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് പ്രോബ്ലം ഉള്ളവർ അവിടെ വരിക, യുദ്ധത്തിൽ മുറിവേറ്റവരും എല്ല് പൊട്ടിയവരും എല്ലാം അവിടെ കൊണ്ടുവരും, ട്രീറ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ ഫസ്റ്റ് നഴ്സിംഗ് കെയർ അവരാണ് തുടങ്ങുന്നത്. ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് വലിയ അതീവമായ താല്പര്യവും അത് സമൂഹത്തിൽ എത്തിക്കണം എന്ന് പറയുന്ന വലിയ ഉത്സാഹവും ഗീറത്തും നമുക്കുണ്ടാകണം. നമുക്ക് ചില കാര്യങ്ങൾ സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോൾ അടങ്ങിയിരിക്കരുത്. അതൊരു തലവേദനയായിരിക്കണം. നമുക്കെന്തെങ്കിലും തലവേദന ഉണ്ടാവാറുണ്ടോ? വെരി കൂൾ അല്ലേ? ചില വിഷയങ്ങൾ നമുക്ക് തലവേദനയായിട്ടുണ്ടാകും. അപ്പോൾ ഒരു തലവേദനയായി കിടന്നാൽ സ്വപ്നത്തിൽ നമുക്കതിന് പരിഹാരം കിട്ടും. ആളുകൾ കൂടിയപ്പോൾ മദീനയിൽ ഒരു പ്രശ്നമുണ്ടായി. ഈ ആളുകളെല്ലാവരെയും നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യും? ദേ ഡിസ്കസ്ഡ്. ചിലർ പറഞ്ഞു, നമുക്കൊരു ഗോപുരം വെച്ച് അവിടെ തീ കത്തിക്കാം, സമയമാകുമ്പോൾ തീ കൊടുക്കാം. ഗുഡ്. വേറെ ചിലർ പറഞ്ഞു, നമുക്കൊരു ബൂക്കടിക്കാം. വേറെ ചിലർ പി വിളിക്കാം. ഗുഡ്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, മൂപ്പർക്ക് ഇതൊന്നും കൊണ്ട് പിടിക്കുന്നില്ല.
ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് 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 ഇങ്ങനെ ഓർത്ത് മുമ്പ് ഉറങ്ങിപ്പോയി. ഉറക്കത്തൊരാളെ കാണുന്നു, ബൂക്കുമായി വരുന്നു. ഇത് തരുമോ എന്ന് ചോദിച്ചു. ഉറക്കത്താണേ. ഇത് തരുമോ? എന്തിനാണ്? അത് നിസ്കാരത്തിന് ആളെ വിളിക്കാനാണ്. അപ്പം ഈ ബൂക്കുകാരൻ പറഞ്ഞു, അതിനിതൊന്നും ആവശ്യമില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ക് കൊടുത്ത് കേൾപ്പിച്ചു കൊടുത്തു. ഇത് വിളിച്ചു പറഞ്ഞാൽ മതി. അതാണ് നമ്മുടെ തലയിലൊരു പ്രശ്നമുണ്ടായാൽ വെറുതെ ഇരിക്കുമ്പോഴോ മയക്കം വരുമ്പോഴോ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ചാടി വരും. അത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും. അത് ആ വിഷയം നമ്മുടെ മനസ്സിൽ എത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നു അതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കേണ്ടിയില്ല, അല്ലേ? നമ്മുടെ മുന്നിൽ സങ്കീർണമായ പല സമസ്യകളും വരും. അപ്പോൾ ചില ആൾക്കാർ ഗ്രൂപ്പിലിടും, ഭയങ്കര പ്രശ്നമാണ്, അതൊന്നും ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയില്ല എന്ന് പറഞ്ഞാൽ തലയിലൊന്നും വരില്ല. അതിനെന്താ ചെയ്യുക എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിലോ അത് അല്ലാഹു തആല ഇൽഹാമായിട്ട് നമുക്ക് തരും എന്നാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഓടി വന്നു തങ്ങളുടെ അടുത്തേക്ക് ഈ ആശയം പറഞ്ഞു. തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഉറക്കെ വിളിച്ചു. ഇന്നും ലോകത്ത് മുഴങ്ങുന്ന ആ ശബ്ദം ഒരു തലവേദന കൊണ്ട് കിട്ടിയ സ്വപ്നമാണ്. നമുക്കും ഉണ്ടാകണം അതുപോലുള്ള തലവേദനകൾ. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഓർത്തുകൊണ്ട് എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുന്ന തലകൾ നമുക്കുണ്ടാകണം. എങ്കിൽ ആ വേദന കൊണ്ട് നമുക്ക് പ്രയാസം ഉണ്ടാവില്ല, അത് ഓപ്പണിംഗ് ആയിട്ട് വരും. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞൊരാളാ, ഊതിയാ വീണു പോകും. പക്ഷെ മൂപ്പരുടെ സൗണ്ട് വല്ലാത്തൊരു സൗണ്ടാണ്. മൂപ്പർക്കൊരു പൂതി, മക്കയിലെ ഹറമിൽ ചെന്നിട്ടൊന്ന് ഓരോ ഉറക്ക ഖുർആൻ ഓതണം. വിടുവോ മക്കാര്? മൂപ്പരങ്ങ് തീരുമാനിച്ചു. ഉറക്കെ അങ്ങ് ഓതി, കാത് പിടിച്ചു വലിച്ച് അങ്ങ് കീറിയിട്ട് രക്തം വന്നു. പക്ഷേ വിട്ടില്ല. വല്ലാഹി ലഅസ്മഅന്നഹുൽ ഖുർആൻ, ഖുർആൻ ഓദിച്ചു കേൾപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ എന്ന് ശപഥം ചെയ്തു. അങ്ങനെ കഅബയുടെ അടുത്ത് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യപ്പെട്ടു. കേട്ടവർ ചിലരൊക്കെ എതിർത്തെങ്കിലും മറ്റു ചിലരുടെ മനസ്സിലൊക്കെ ആ മധുര ശബ്ദം അത് ടിമ്പനം ചെയ്തു. അത് ആ ഹൃദയത്തിൽ പുളകം ഉണ്ടാക്കി. ഖുർആനിലേക്ക് ആളുകൾ അടുത്തു വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കാതെ ഉറങ്ങരുത്. അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള അതീവ താല്പര്യമുണ്ടാകണം. കേട്ട സംഗതികൾ ഉടനെ പോയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇന്നൊരു സംഗതി കേട്ടാൽ നാട്ടിൽ ചെന്ന് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ആരുടെങ്കിലും പറയണം എന്നുള്ള ഒരു താല്പര്യമുണ്ടാകണം. എങ്ങനെയാണ് നമ്മൾ വുളൂ ചെയ്യാൻ വേണ്ടി പഠിച്ചത്? അത് ഒരു സ്വഹാബി വുളൂ ചെയ്യാൻ പഠിച്ചപ്പോൾ പിന്നെ മൂപ്പർക്ക് നടന്നിട്ട് ഇങ്ങനെ പറയല എല്ലാവരോടും. മഹാനായ സുലൈമാൻ മുസ്ലിയാർ കോഴിക്കോട്ട് പുതിയറയിൽ കേട്ടിട്ടുണ്ടോ? കേട്ടവർ കൈപോക്ക്. സുബ്ഹാനല്ലാഹ്. അനസമ്മാനി ഒന്നും ഇപ്പോൾ പഴയ വാഴൊന്നും പറയല്ലേ. പഴയ കാലത്തെ വാതിലുള്ള അറിയപ്പെട്ടൊരു പാട്ടാണ്. അക്കളിയൊന്നും കളിയല്ല, അച്ചിരിയൊന്നും ചിരിയല്ല, കളിക്കാനുണ്ടൊരു കളി, ഖബർ എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, നരകം എന്നൊരു കളിയുണ്ട്, അച്ചിരിയൊന്നും ചിരിയല്ല, സ്വർഗം എന്നൊരു ചിരിയുണ്ട്, അക്കളിയൊന്നും കളിയല്ല എന്ന് പറഞ്ഞിട്ട് പന്ത് കളിക്കാർ കുട്ടികളെടുത്ത് പോയിട്ട് സുലൈമാൻ മുസ്ലിയാർ പാടിയൊരു പാട്ടുണ്ട്. വലിയ മഹാനായിരുന്നു. ചാലിലകത്തിൻ്റെ ശിഷ്യനാണ്. ചാലിലകത്ത് കുഞ്ഞാമദാജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉസ്താദിൻ്റെ 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 ഉസ്താദാണ്. ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദ് കെ സ്വതഖത്തുള്ള മുസ്ലിയാർ താജുൽ ഉലമ, അവരുടെ ഉസ്താദ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, അവരുടെ ഉസ്താദാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചാലിലകത്ത് ഖിബിലൻ്റെ തിയറി പഠിപ്പിച്ചപ്പോൾ
സുലൈമാൻ മുസ്ലിയാർക്ക് ജസ്ബായി. പടച്ചവനെ, എങ്ങോട്ടാണ് ആൾക്കാർ നിസ്കരിക്കുന്നത്, എങ്ങോട്ടാണ് അവർ തിരിയുന്നത് എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഓടി നടന്നു. ഒരു ഉളിയും റുബുൽ മുജയ്യബുമായി എല്ലാ പള്ളികളിലും പോകും, കിബില ചെക്ക് ചെയ്യും, എന്നിട്ട് അവിടുത്തെ അതിൻ്റെ വാതിലിൻ്റെ മുകളിൽ വരച്ചു വെക്കും. പാഷൻ അല്ലെങ്കിൽ ജസ്ബായിട്ട് അങ്ങനെ ആ അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ജസ്ബാകുന്നത് അതാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാന്നറിയോ? ആരാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 5000 ഹദീസ്. എത്ര കാലമാണ് നബി തങ്ങളോടൊപ്പം ജീവിച്ചത്? 4 years. മൂപ്പരുടെ ഹദീസ് ഇങ്ങനെ ബുഖാരിയോ മുസ്ലിമൊക്കെ മറയ്ക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും മൂപ്പര് പണ്ടേ കൂടുള്ള ആളാണ്. 6ാം വർഷമാണ് നബി തങ്ങളോടൊപ്പം വരുന്നത്. അപ്പോൾ 4.5 വർഷം. 4 വർഷം കൊണ്ട് എന്താ സംഭവിച്ചത്? കൂടെ തന്നെ നിന്നു, എങ്ങോട്ടും പോകൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞുണ്ട്, നിങ്ങളെന്താ തിന്നത്? ഞാൻ തിന്നത് ഹങ്കർ തിന്നിട്ടാണ് ഞാനിതെല്ലാം പഠിച്ചെടുത്തത്. ഹങ്കർ തിന്നിട്ടുണ്ടോ ആരെങ്കിലും? വിശപ്പ് തിന്നിട്ടുണ്ടോ? വിശപ്പ് തിന്നുകൊണ്ടാണ് ജീവിച്ചത്. മാഷാ അല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ 2 വർഷമല്ലേ ജീവിച്ചത്? 2600 ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഹധർമ്മിണിയാണ്. ഇവരൊക്കെ ഒരു നിമിഷവും പാഴാക്കാതെ കൂടെ നിന്നപ്പോൾ 2000 ഹദീസുകളൊക്കെ ഓരോരുത്തരും റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ചില പരിപാടിക്ക് പോകും, ചിലതിന് പോകൂല, ചിലപ്പോൾ ആകാം, ചിലപ്പോൾ പോയിട്ട് തുടങ്ങിയതിന് ശേഷം പോകും, തീരുന്നതിൻ്റെ ഇടയ്ക്ക് പോരും. ഇങ്ങനെ ആകുമ്പോൾ എവിടെ നിന്നാണ് കാര്യങ്ങൾ കിട്ടുക? എല്ലാ പരിപാടിക്കും തുടക്കത്തിലേ പോയി ഒടുക്കം വരെ നിന്ന് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളുകൾക്ക് 10 വർഷമായ ആളുകളെക്കാളും 2 വർഷമായ ആൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും കഴിയും. അപ്പോൾ നമ്മളൊരിക്കലും സെൽഫിഷ് ആകാൻ പാടില്ല. അനാനീയത്തുള്ള മീ ആൻഡ് മൈ വേൾഡ്സ് എന്ന് പറയുന്ന ഒന്നാകരുത്. ബല്ലിഗു അന്നി വലൗ ആയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരായത്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്ന്. റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ. എത്ര സ്റ്റുഡൻസ് ആണ് ഉസ്താദുമാരെക്കാൾ മിടുക്കന്മാരായി മാറുന്നത്? അവർ നന്നായി അധ്വാനിക്കുമ്പോൾ. അതുകൊണ്ട് നന്നായി കേൾക്കണം, പഠിക്കണം, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നാം സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് താല്പര്യമുണ്ടാകണം. അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളാകണം. AI ഒരു പ്രശ്നമാണോ? എങ്കിൽ അത് നമ്മുടെയും പ്രശ്നമാകണം. AI ഞാനിപ്പോൾ അടുത്ത ദിവസം ഇവിടെ എക്സിബിഷനിലാണ്, താഴെ എക്സിബിഷനുണ്ട്, നിങ്ങൾ കണ്ടോ? എക്സിബിഷനിൽ കണ്ടപ്പോൾ അതിലിങ്ങനെ AI ഉണ്ടാക്കിയൊരു സീറയുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ പിന്നെ തങ്ങൾ കുഞ്ഞിനെയുമായിട്ട് ഹലീമ ബിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒട്ടകപ്പുറത്ത് പോകുന്നുണ്ട്. 3-4 പെണ്ണുങ്ങൾ, എല്ലാവരുടെ കയ്യിലും കുട്ടിയുണ്ട്. AIക്ക് വല്ല വിവരമുണ്ടോ? AIക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലല്ലേ വിവരമുണ്ടാവുകയുള്ളൂ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സഖാഫി, എല്ലാ ദിവസവും 1/2 മണിക്കൂർ AIക്ക് ദർശനത്തിലാണ് മൂപ്പർ ജോലി. AI ഇന്ന് വലിയൊരു മുസീബത്താണ്. മാത്രമല്ല മുസ്ലിയാക്കന്മാർക്കടക്കം നിസ്കാരത്തിൻ്റെ ഫർള് എത്രയെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ചെയ്യുന്ന വലിയൊരു ദുഷിച്ച സ്വഭാവം കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കിതാബുകൾ മറിച്ച് പേജുകൾ നോക്കിയിട്ട് തന്നെ പറയണം. ഗൂഗിൾ ചെയ്യുന്നത് ആ ശീലം ശരിയല്ല. അതേസമയത്ത് ഗൂഗിൾ ഷേഖിനെ തിരുത്താൻ അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എനിക്കെന്തു ചെയ്യാൻ കഴിയും എന്ന് ഓരോരുത്തരും നോക്കേണ്ടതുണ്ട്. സമയം നീളും, ഇനിയും ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അൽഹംദുലില്ലാ,
അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കാനുള്ള കാരണം, ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ കൂടുതൽ ആളെ കിട്ടില്ല. ഇത് തുർക്കിയിലെ പള്ളികളിലൊക്കെ ഒരു മോഡൽ കണ്ടപ്പോൾ നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയ, അവിടെ എല്ലാ ബുധനാഴ്ചയും സുഹബ ഉണ്ടാവും രാവിലെ 7 മണിക്ക്. അതിന് ഇതുപോലല്ലേ ഒരു തൂണിൻ്റെ മുകളിൽ അവിടെ ഉണ്ടാവുക. എന്നിട്ട് പഴയ ബസ്സിൻ്റെ മുകളിൽ കയറുന്ന പോലെയാണ് ഉസ്താമ്മൽ കയറുക. പക്ഷെ അവിടെ ഇരുന്ന് ദർസ് നടത്തും. അപ്പോൾ ഹാദ ബയാനുല്ലിന്നാസ്, മിമ്പർ അവിടെയുണ്ട്, വഹുദം വ മൗഇളത്തുല്ലിന്നാസ് അതിവിടെയുണ്ട്. അപ്പോൾ ഇന്നൊവേഷൻസ് നമ്മളൊരു സ്ഥലത്ത് കണ്ടാൽ അതെവിടെയും പറ്റിയത് കൊണ്ടുപോയി നടപ്പിലാക്കുക എന്നുള്ളതാ. മാഷാ അല്ലാ, ഇത്രയും ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് നമുക്കൊരു സമ്മേളനം നടത്താൻ ചിലവൊന്നുമില്ല. മൈക്ക് ഇവിടെ റെഡിയാണ്, ലൈറ്റും ഉണ്ട്, വെള്ളമുണ്ട്, സൗകര്യങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ളൊരാവശ്യം നമുക്ക് പൂർത്തിയായി കിട്ടിയത് ആരുടെയോ ഒരു സ്വപ്നമാണ്, തലവേദന. അത് സ്വപ്നമായി, പിന്നീടത് യാഥാർത്ഥ്യവൽക്കരിച്ചു. നമ്മളെന്നും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഈ ജാമിഉൽ ഫുതൂഹിൻ്റെ ആപ്പ് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. വെറും ഡൗൺലോഡ് ചെയ്യാൻ മാത്രമല്ല, മാസത്തിൽ അല്ല ആഴ്ചയിൽ ഒരു 10 രൂപ എല്ലാവരും സംഭാവന ചെയ്യുക. ഞാനത് വലിയ പള്ളി അതുകൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ കുറേ വേണം. അപ്പോൾ അതിന് സാധാരണ സ്ത്രീകളോട് നമ്മൾ പറയും ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചാൽ മതി ബാർകോഡ്. അവരെപ്പോഴും ഫ്രിഡ്ജാ തുറക്കുക. ആണുങ്ങളാകുമ്പോൾ കണ്ണാടി മേലെ ഒട്ടിച്ചു വെച്ചാൽ മതി അറിയാം. അവർ കണ്ണാടിയിൽ നോക്കും. സ്റ്റുഡൻസ് ആകുമ്പോൾ എവിടെയാണ് ഒട്ടിക്കേണ്ടത് എന്ന് അറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ആപ്പ് തുറന്നാൽ മതി. നിങ്ങൾക്ക് സംഭാവനയും അയക്കാം. അപ്പോൾ ഒരു കണക്ഷൻ, നമ്മൾ ഈ ഇരുന്നൊരിരുത്തം ഒരു താഖിയാമത്ത്, ഒരു കണക്ഷനായിട്ട് മാറാൻ എല്ലാ ആഴ്ചയിലും 10 രൂപ അയക്കുന്ന സ്വദഖത്തുൽ ജുമുഅ എന്നാണ് അതിൻ്റെ പേര്. ഫ്രൈഡേ കോൺട്രിബ്യൂഷൻ. ഫ്രൈഡേ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പൈസ കിട്ടാൻ വേണ്ടിയുള്ളൊരു പണി മാത്രമല്ല അത്. വെള്ളിയാഴ്ച സ്വതക്ക ചെയ്യുക എന്നുള്ളൊരു കർമ്മം അറിയാതെ നമ്മളങ്ങ് നിർവഹിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുബ്ഹിൻ്റെ ശേഷമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ട്രെങ്ത്, അടുത്ത ഖലീഫാകാൻ പോകുന്ന ആളാണ്, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നത്. ഇന്ന് രോഗിയെ സന്ദർശിച്ച ആളാരാണ്? സിദ്ദീഖ് എന്നൊരു കൈവക്കുകയാണ്. ഇന്ന് ജനാസ അനുഗമിച്ച ആളാരാണ്? ഇന്ന് സ്വതക്ക ചെയ്ത ആളാരാണ്? അങ്ങനെ ഓരോന്നും ചോദിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈവക്കുന്നു. അതുപോലെ നമുക്ക് നാം പറയുന്ന കാര്യങ്ങൾ ചെയ്യുക കൂടി ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുക്കാൻ, നമുക്ക് ഈ ദഅവത്തിൻ്റെയും കൂടെ ഭാഗമായി തീരാൻ ഈ മസ്ജിദ് മുഖേന ഇവിടെ കാണാൻ വരുന്ന ആളുകൾ, ഇത് കാഴ്ച ദഅവയുടെ ഒരു ടൂളാണ്, വിഷ്വൽ ദഅവ. ഇത് വന്നിങ്ങനെ കാണുമ്പോൾ അവർ സുന്നിയാവുക എന്നുള്ളതാണ് ഈ മസ്ജിദിൻ്റെ ഒരു ദഅവത്ത്. പറയൊന്നും വേണ്ട, അങ്ങനെ വന്ന് കാണുമ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞങ്ങ് പോവുക. അപ്പോൾ ഒരു സുന്നിയെ ഒരാളുടെ മനസ്സിൽ ഒരു സ്നേഹം വരികയാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ അയാൾ ഇതിനെപ്പറ്റി പറയും, കാണുന്നവരോടൊക്കെ പറയും. ഇന്ന് സമയമില്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നിവിടെ ഒരാൾ വന്നിരുന്നു, എന്തേനയാളുടെ പേര് ജോബേഷോ. അയാൾ ഇതിൻ്റെ മുകളിൽ കയറി നിസ്കാരമൊക്കെ കണ്ടു. അതിന് ശേഷം എന്നോട് കുറച്ച് കഥകൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ പറയാം. അപ്പോൾ ഒരിക്കൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ വന്നു. കണ്ട് അയാൾ ചോദിച്ചു, എനിക്ക് അവിടെ പോയി നിൽക്കാവോ ജുമാക്ക്? അയാളൊരു ഉറുമാലെടുത്ത് തലയിലൊക്കെ കെട്ടി അവിടെ പോയി നിന്നു. പിന്നെ ഖുതുബ കഴിയുമ്പോൾ അയാൾ നിസ്കരിക്കൂലല്ലോ, ആൾക്കാരാകെ കണ്ട കൺഫ്യൂഷനാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ മതി. അങ്ങനെയുള്ള ആളുകൾക്ക് നോക്കാനുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലൊരു ഹാളുണ്ട്, പുറത്തുകൂടെ വരാം, പള്ളിയുടെ ഉള്ളിലൂടെ വരേണ്ടതില്ല. സോ മറ്റു മതക്കാർക്ക് വരാം, മറ്റു പ്രസ്ഥാനക്കാർക്ക് വരാം, ആർക്കും വരാം. ആര് വന്നാലും അവർക്ക് ചെറിയ മാറ്റങ്ങൾക്ക് അത് കാരണമായി തീരും. അത് സുലൈമാനിയ പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ടുള്ള ചില അസ്റാറുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ടാണ്. നെക്സ്റ്റ് അവസരം ഉണ്ടാകുമ്പോൾ വിശദമായി പറയാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ പൊരുത്തത്തിൽ ഖിദ്മത്തുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദീനിൻ്റെ ഖാദിമ്യങ്ങളായ ജീവിതാന്ത്യം ജീവിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.